ചൈനയുടെ J-17 ഒരു പരാജയമാണ് എന്ന് പറയാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ J-17 ഉണ്ടാക്കുന്ന കമ്പനി സിങ്ഹ്വാ അങ്ങനെ എന്തോ ഒരു കമ്പനി, ആ കമ്പനിയുടെ ഷെയർ കാര്യമായിട്ട് താഴെ പോയി. ഒരു അൺയൂഷ്വൽ ആയിട്ടുള്ള ഡൗൺഫോൾ അതിലുണ്ടായി. അപ്പോഴാണ് J-17 പരാജയമാണ് എന്നൊരു വിലയിരുത്തലുണ്ടായത്. ചൈനയുടെ ഒരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ അവരുടെ ഒരു ആയുധവും വാർ പ്രൂവണല്ല. ചൈന യുദ്ധം ചെയ്തിട്ട് എത്ര കാലമായി? 1962 നമ്മളെ ആക്രമിച്ചതിന് ശേഷം ചൈന കാര്യമായിട്ട് ഒരു സ്ഥലത്തും ഒന്നും ചെയ്തിട്ടില്ല. അപ്പം അവരുടെ ആയുധങ്ങൾ പരീക്ഷിക്കപ്പെട്ടിട്ടില്ല. റഷ്യ ഒന്നും ഇല്ലെങ്കിലും യുക്രൈനുമായിട്ട് ഇപ്പം അടി തുടങ്ങി അടിച്ചുകൊണ്ടിരിക്കുന്നു വർഷം 3 ആ ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. നമുക്ക് എക്സ്പീരിയൻസ് ഉണ്ട് 71 പിന്നെ 99 പാകിസ്ഥാനുമായിട്ട്. അപ്പോൾ ഈ സാധനം ഒരു വണ്ടി ഡിസൈൻ ചെയ്ത് ഉഗ്രം വണ്ടിയാണെന്നൊക്കെ പറഞ്ഞ് ഷോറൂമിൽ ഇരിക്കുന്നു. ഇത് നിരത്തിൽ ഇതുവരെ ഓടിയിട്ടില്ല. ആദ്യമായിട്ട് നിരത്തിലിറക്കിയപ്പോൾ ചെറിയ ഓട്ടോറിക്ഷയുമായിട്ട് ഇടിച്ച് ആക്സിഡൻറ്റുമായി. വാട്ട് വിൽ യു ഡു? ആ ഒരു അവസ്ഥയിൽ ചൈന നിൽക്കുന്നു എന്നാണ് വിലയിരുത്തൽ. ഞാൻ അത് കൺഫേം ആയിട്ടില്ല ഇതുവരെ, അതുകൊണ്ടാണ് ഞാനതിൽ ഒരു കൺഫേം വാക്ക് പറയാത്തത്. എനിവേ ചൈന കുഴപ്പത്തിലാണ്. അവരുടെ ആയുധങ്ങൾ വിശ്വസിക്കാൻ കൊള്ളാത്തതാണ്. സൗത്ത് ആഫ്രിക്കൻ കൺട്രീസ് എന്തൊക്കെയോ അവരുടെ ആയുധങ്ങൾ ഓർഡർ ചെയ്തിരുന്നു. ആ ഓർഡർ അവരിപ്പോൾ റീകൺസിഡർ ചെയ്യുന്നു. ക്യാൻസൽ ചെയ്തിട്ടില്ല, ബട്ട് റീകൺസിഡർ ചെയ്യും എന്ന് പറഞ്ഞ വാർത്തയാണ്. അങ്ങനെയാണെങ്കിൽ ചൈനയ്ക്ക് വലിയ നാണക്കേടാണ്.